C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. പിന്നെ ഞാൻ ഇന്ന് രവിയുടെ കാര്യം പറഞ്ഞത് മുൻകൂട്ടിയുള്ള അറിവോടെയല്ല. രവിയെയും രവിയുടെ മനസ്സിനെയും എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഒരു ദിവസം പോലും ശ്രീലക്ഷ്മിയെ പിരിഞ്ഞിരിക്കാൻ രവിക്ക് ആവില്ലെന്നറിയാവുന്നതുകൊണ്ട്. അല്ലാതെ മുൻകൂട്ടി ഒന്നും അറിയാനോ പറയാനോ ഒന്നും എനിക്കാവില്ല ശ്രീലക്ഷ്മി. നീ കാണുന്നത് തന്നെയാണ് ഞാനും കാണുന്നത്. നീ കേൾക്കുന്നതേ ഞാനും കേൾക്കും. മനസ്സിലായി. ഞാനും സാറും ഒരുമിച്ച് കുറച്ചു ദിവസം മാറി നിൽക്കാൻ വന്നതാ. സാറിനോടൊപ്പമുള്ള ഓരോ നിമിഷവും എനിക്ക് വിലയേറിയതാ. തിരിച്ചു വരില്ലെന്നോ? തിരിച്ചു വരില്ലെന്ന് ആ കുട്ടി നിങ്ങളോട് പറഞ്ഞിട്ടാണോ പോയത്? അതിപ്പോ പറഞ്ഞിട്ട് പോകണമെന്നുണ്ടോ? ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അത് ചെയ്യ് ഇത് ചെയ്യുന്ന നീ പറഞ്ഞത് കേട്ട് പേടിച്ച് മടുത്ത് കാണും ആ കുട്ടിക്ക്. അതുകൊണ്ട് ആ കുട്ടി ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് എനിക്ക് തോന്നണത്. വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്റെ വായിരിക്കുന്ന കേൾക്കാതെ നിങ്ങൾക്ക് സമാധാനാവില്ലല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞാണോ കുറ്റായത്? നീ ചെയ്യുന്നതൊക്കെ ശരി, ഞാൻ പറയുന്നതൊക്കെ തെറ്റും. ഞാൻ ആ കുട്ടിയെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിക്കുന്നത് നിങ്ങൾ കണ്ടോന്ന്? നീ ഇപ്പൊ എന്നെ തല്ലൂന്ന് തോന്നണല്ലോ സരോജ. നിങ്ങളെ ഇന്ന് എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ഓഹോ. എന്നാലും ആ കുട്ടി എവിടെ പോയതായിരിക്കും സരോജം? ആ എനിക്കറിയാവോ? എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? നിങ്ങളല്ലേ കാശ് കൊടുത്ത് വിട്ടത്. ഞാനെങ്ങാനും ആയിരുന്നു കാശും കൊടുത്ത് പറഞ്ഞു വിട്ടെങ്കിലേ നിങ്ങൾ എനിക്ക് സമാധാനം തരുമായിരുന്നോ? ഓ, ഞാനൊരു സംശയം പറഞ്ഞെന്നേ ഉള്ളൂ. നീ വിചാരിക്കുന്ന പോലെയൊന്നുമില്ല. ആ കുട്ടി വരും. വരാതെ എവിടെ പോനാ? എന്താ മോളെ വല്ലാതിരിക്കുന്നത്? എന്തുപറ്റി? എന്താ മോൾക്കൊരു വല്ലായിക? എവിടെയായിരുന്നു ഇത്രയും നേരം? എന്താ സുധേ, ശ്രീടച്ചൻ ചോദിച്ചത് കേട്ടില്ലേ? എവിടെയായിരുന്നു ഇത്ര നേരം? അതാൻറ്റി, പോകുന്ന വഴിയില് ഞാൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെ കണ്ട് സംസാരിച്ചു നിന്നപ്പോ സമയം പോയത് അറിഞ്ഞില്ല. പരിചയമുള്ള ആളോ? ആര്? നോണ. എന്തിനാ സുധ ഞങ്ങളോട് നുണ പറയുന്നത്? സുധ എങ്ങോട്ടാ പോയതെന്ന് എനിക്കറിയില്ലെന്ന് വിചാരിച്ചോ? ആന്റി, ഞാൻ പറഞ്ഞത് സത്യവാ. അല്ല, നുണയാണ് നീ പറയുന്നത്. എന്താ ആന്റി അങ്ങനെ പറയുന്നേ? ഞാനെന്തിനാ ആന്റിയുടെ അടുത്ത് നുണ പറയുന്നേ? എനിക്ക് സത്യം അറിയാം, അതുകൊണ്ട്. നീ പറയുന്ന നുണയാണെന്ന് എനിക്ക് മനസ്സിലായി സുധേ. എത്ര ആവർത്തിച്ച് കേട്ടാലും മടുപ്പ് തോന്നാത്ത പ്രിയപ്പെട്ടതെന്തോ സാറിന്റെ ഓരോ വാക്കുകളിലും ഉണ്ട്. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ഒപ്പം നിൽക്കുന്ന, നമ്മുടെ മനസ്സൊന്നിടറിയ, കണ്ണൊന്ന് നിറഞ്ഞാൽ ആശ്വാസം നൽകുന്ന ഒരാളെയെങ്കിലും ജീവിതത്തിൽ സമ്പാദിച്ചു വെക്കണമെന്ന. ലാഭം മാത്രം നോക്കി ബന്ധം നിലനിർത്തുന്ന ഈ ലോകത്ത് നഷ്ടം എത്ര വന്നാലും എന്നും കൈവിടാതെ മുറുകെ പിടിക്കുന്ന ഒരാള് നമ്മോടൊപ്പം ഉണ്ടാവണം. അങ്ങനെ ഒരാളാണ് എന്റെ മുന്നിൽ ഈ നിൽക്കുന്നത്. പിന്നെ ഇതിനെല്ലാം പുറമെ പ്രേമിക്കുന്നതിന് ഒരു പ്രത്യേക ഭാഷയുടെ ആവശ്യമൊന്നുമില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ തന്നെയല്ലേ? എത്ര നാളാ നമ്മൾ കണ്ണുകൾ കൊണ്ട് ഒരക്ഷരം മിണ്ടാതെ സ്നേഹിച്ചത്. മതി മതി, ഇനി നമുക്ക് ഉറങ്ങണ്ടേ? ഒരു ടെൻഷനും പ്രശ്നങ്ങളും ഇല്ലാതെ മനസ്സമാധാനമായിട്ട് ഉറങ്ങണം. വാ.
സുലക്ഷ്മി ശ്രീലക്ഷ്മി സുലക്ഷ്മി ഇവിടെ എവിടെ പോയി ഇത്ര രാവിലെ തന്നെ? ഹലോ. ആ അമ്മേ, ശ്രീലക്ഷ്മി അവിടെ വന്നിരുന്നോ? ഇല്ലല്ലോ. എന്തു പറ്റി? ഒന്നുമില്ല അമ്മേ. രാവിലെ ശ്രീലക്ഷ്മിയെ കാണുന്നില്ല. കാണുന്നില്ലെന്നോ? ശ്രീലക്ഷ്മി പിന്നെ എവിടെ പോയി? ടെൻഷനൊന്നും വേണമ്മേ, ഇവിടെ എവിടെയെങ്കിലും കാണും. ഞാനൊന്ന് വിളിച്ചു നോക്കിയെന്നേ ഉള്ളൂ. ഞാൻ വിളിക്കാമേ. ശരി. സുധമോളെ, മോളെ. ആന്റി, ദേ ഈ ഫോണൊന്നെടുത്തേ. എന്താ ആന്റി? ആ ഫോണൊന്നെടുത്തേ. ദേ കട്ടായി. കട്ടായോ? ആ, ആവശ്യമുള്ളവരാണ് പിന്നീട് വിളിച്ചോളൂ. ആരോ മോളെ ഫോണില്. നിങ്ങളൊന്ന് എടുത്തേ, അല്ല അത്യാവശ്യക്കാരായിരിക്കും. ആ മോള് റെഡി ആയിക്കോ, ഫോൺ ഞാൻ എടുത്തോ. രവി സാറാണല്ലോ. ഹലോ സാർ. ശ്രീലക്ഷ്മി അച്ഛാ, സുഖാണോ സാർ? സുഖമാണ് ശ്രീലച്ച. അവിടെയാ? ആ സുഖാണ്. ഇല്ല സാറെന്താ രാവിലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നോ? എന്ത് പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ഞാൻ വെറുതെ ഒന്ന് വിളിച്ചതേ ഉള്ളൂ. ഇല്ല മോളെവിടെ സാർ? ശ്രീലക്ഷ്മി ഇവിടെ ഉണ്ട്, ഫ്രഷ് ആവുക. ശ്രീലക്ഷ്മി അച്ഛാ, ഞാൻ വെറുതെ വിളിച്ചതേ ഉള്ളൂ. ഞാൻ പിന്നീട് വിളിക്കാം. ആ ശരി സാർ. ഓ മൈ ഗോഡ്, ഇതിവിടെ പോയി. വാട്ട്? താൻ എന്താണോ ഈ പറയുന്നത്? സർവീസ് റിവോൾവർ നഷ്ടമായിരുന്നു? സോറി സാർ. എന്തു സോറി? സോറി പറഞ്ഞാൽ തീരാവുന്നതാണോ ഈ കാര്യം? താനിവിടെ കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കാതെ എവിടെയൊക്കെയാണോ സർക്യൂട്ട് അടിച്ചത് അവിടെയൊക്കെ പോയി അന്വേഷിക്കണോ. എന്നിട്ട് എവിടെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ചിട്ട് വാ. സാർ, റിവോൾവർ വണ്ടിയിൽ തന്നെ വച്ചിരുന്നത്. ഞാൻ ഇന്നത്തെ ദിവസം അത് കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഓ, തന്റെ ജീപ്പിലിരുന്ന സാധനം പിന്നെ തനിയെ എഴുന്നേറ്റ് പോയോ? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വലിയൊരു വീഴ്ചയാണ് തന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. വകുപ്പ് തല അന്വേഷണം വരും. ഈ ജീപ്പിൽ നിന്ന് ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയതാണെങ്കിൽ IPC 379 തലയിലോട്ട് കെട്ടിവെച്ചു തരും. അതല്ല ഇനി തന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതാണെങ്കിലും കേസൊക്കെ സമാന രീതിയിൽ തന്നെ. ഇതൊന്നും തനിക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും അറിയണ്ട. അറിയിക്കേണ്ടവരെ ഞാൻ അറിയിച്ചോളാം. ആദ്യം റിവോൾവർ എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കേ. ഈ കേസ് ഞാൻ അന്വേഷിച്ച് സഹോദരിയെ കൺമുന്നിൽ നിർത്തി തന്നാൽ എനിക്കൊരു പ്രത്യുപകാരം ചെയ്തു തരണം. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? മാഡം വിചാരിച്ചാൽ അത് നടക്കുമെന്ന് എനിക്ക് ഉറപ്പാ.
അയ്യോ, ഇതത്ര വലിയ കാര്യമൊന്നുമല്ല. മാഡത്തിന്റെ ഭർത്താവ് വിചാരിച്ചാൽ നിസ്സാരമായി ഒരു ഫോൺ കോളിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ അതിന് എനിക്കെന്റെ ജീവന്റെ വിലയുണ്ട്. എന്റെ ജോലിയുടെ പ്രശ്നമാണ്. സാറ് തെളിച്ചു പറയൂ. സർവീസ് റിവോൾവർ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. പോലീസ് സ്റ്റാൻഡിംഗ് ഓർഡർ പ്രകാരം അന്വേഷണ വിധേയമായി എന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയല്ല, സസ്പെൻഷൻ ഉറപ്പാ. അതൊന്ന് മാഡം ഭർത്താവിനോട് പറഞ്ഞ് ശരിയാക്കി തന്നാൽ മാത്രം മതി. ശരി, ഞാൻ സാറിനോട് പറഞ്ഞ് അതിനുള്ള ഏർപ്പാട് ചെയ്യാം. അത് പക്ഷേ എന്റെ സഹോദരിയെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ ലഭിച്ചാൽ മാത്രം. വളരെ ഉപകാരം മാഡം. പിന്നൊരു കാര്യം, സാർ അന്വേഷിക്കുന്നത് വളരെ രഹസ്യമായിട്ടാവണം. നമ്മൾ രണ്ടാളും അല്ലാതെ വേറെ ഒരാൾ പോലും ഇക്കാര്യം അറിയരുത്. അക്കാര്യം ഞാൻ ഏറ്റു മാഡം. ഇതാണ് മിസ്സിംഗ് ആയ സഹോദരിയുടെ ഫോട്ടോ. പേര് രാഗസുധ. അതൊക്കെ ശരി. ഇതൊക്കെ എന്താണാവോ? ഈ വീട്ടിലേക്ക് വന്നു കയറിയപ്പോ മുതല് സാർ എനിക്ക് കുറെ സർപ്രൈസ് തന്നില്ലേ? അപ്പോ എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഞാൻ തന്നതൊക്കെ വെച്ച് നോക്കുമ്പോ ശരിക്കും സർപ്രൈസ് ഇതാണെന്ന് ഞാൻ പറയും. തന്നെ കാണാതായ വെപ്രാളത്തിൽ നിന്നും ഇങ്ങനെ കണ്ണിന് കുളിർമയേകുന്ന ഒരു സർപ്രൈസ് തന്ന് ശരിക്കും തന്നെ ഞെട്ടിച്ചളഞ്ഞു. മാലാഖമാരെ പോലെയുള്ള ഈ കുഞ്ഞുങ്ങൾ നമ്മളുടെ പ്രധാന ദിവസങ്ങളിലെ എല്ലാത്തിനും സാക്ഷിയായി സ്ഥിരമായി എത്താറുള്ള അതിഥി. അവരുടെ ഇളങ്കൈകളിൽ രവിശ്രീ എന്ന് ചേർത്ത് വെച്ച അക്ഷരങ്ങൾ. സത്യം പറയാലോ സർ, ഞാൻ പെട്ടെന്ന് എന്തോ കാണിച്ചു കൂട്ടിന്നല്ലാതെ അതിന് ഇത്രത്തോളം ഒരു അർത്ഥമുള്ളത് സാറിന്റെ വർണ്ണനയിൽ നിന്നാ മനസ്സിലായത്. താൻ എന്തുദ്ദേശത്തിൽ ചെയ്തതായാലും എനിക്കൊരുപാട് ഇഷ്ടമായി. അത് കേട്ടാ മതി. ഈ ബലൂണിലെ അക്ഷരങ്ങൾ പോലെ എന്നും ചേർന്നിരിക്കണമെന്നേ എനിക്കുള്ളൂ. അതിൽ ഒരു സംശയം തനിക്ക് വേണ്ട. ഇങ്ങനെ ചേർന്ന് തന്നെ നിൽക്കും. അതിനിടയില് വേറെ ആരും വേണ്ട. സാന്ദ്ര മേഡം, എന്താ ഇത്? ഞാൻ ചോദിച്ച കേട്ടില്ലേ? ശ്രീലക്ഷ്മി കണ്ടത് തന്നെ, അതിനപ്പുറം ഒന്നുമില്ല. ഇനി നിങ്ങൾ പോയി കളിച്ചോ. ഞാൻ കണ്ടത് എന്റെ ഭർത്താവിന്റെ പേരിനൊപ്പം സാൻഡ്ര എന്ന പേരാണ്. അതെന്തുദ്ദേശത്തിലാണെന്നാ ഞാൻ ചോദിച്ചതും എനിക്ക് മനസ്സിലാവാത്തതും. കണ്ടതും മനസ്സിലായതും ഒന്നു തന്നെയാണ്. രവി സാറും ശ്രീലക്ഷ്മിയും അകന്നു നിൽക്കുന്ന സാഹചര്യത്തില് ശ്രീലക്ഷ്മിയിൽ നിന്ന് സാർ ആഗ്രഹിച്ച സ്നേഹവും സന്തോഷവും ഇപ്പൊ സാർ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സാറിന്റെ ആ ആഗ്രഹത്തോടൊപ്പം നിൽക്കാൻ ഞാനും തീരുമാനിച്ചു. അത്രയുള്ളൂ. മാഡത്തിനോട് ആര് പറഞ്ഞു ഞാനും സാറും അകൽച്ചയിലാണെന്ന്? ഒരു തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ, ഈ ഒരു വിഷയം ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കാനിട വരരുതെന്ന്. ഇനി എനിക്കും ശ്രീലക്ഷ്മിക്കും ഇടയില് ഒരു വിഷയം മാത്രമേ ഉള്ളൂ, രവിവർമ്മൻ എന്ന വിഷയം. അത് ശ്രീലക്ഷ്മിക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു പാഠ്യവിഷയമല്ല. അതുകൊണ്ട് കൂടുതലായിട്ട് പഠിക്കാൻ നിൽക്കണമെന്നില്ല. ഇനി പഠിച്ചേ തീരുവെന്നാണെങ്കിൽ അത് പഠിപ്പിക്കാൻ ഈ സാൻഡ്രയ്ക്ക് അറിയാം. നജീബേ, താൻ എന്താ പറയാൻ വന്നത്? താൻ പോയോ? പോയെങ്കിൽ പോട്ടെ. രേഖ മേഡം എന്താ മിണ്ടാതിരിക്കുന്നത്? ഓ, 2 തവണയും ഞാൻ മാഡത്തിനെ പറ്റിച്ച ദേഷ്യത്തിലാണല്ലേ? അതിന് ഞാൻ മാഡത്തിനോട് ആദ്യമേ ക്ഷമ ചോദിക്കുന്നു. 1 പഴിച്ചാൽ 3 മാഡം.
ഇത്തവണ ഞാൻ ഉറപ്പായും രവി സാറിന്റെയും സാൻഡ്ര മാഡത്തിന്റെയും സെൽഫി ആ സുദർശനെയും സരോജത്തിനെയും കാണിച്ചിരിക്കും. മാഡം സ്വർണം തന്നെ പറ്റിച്ചപ്പോഴും 25 ലക്ഷം രൂപ തന്നപ്പോഴും എനിക്കതിന് സാധിച്ചില്ല. പക്ഷേ ഇത്തവണ ഞാൻ ആ ഫോട്ടോ അവരെ കാണിക്കും മാഡം. എന്നിട്ട് രവി സാറും ശ്രീലക്ഷ്മിയുമായുള്ള ജീവിതം നശിപ്പിച്ച് ആ സാൻഡ്ര എന്ന് പറയുന്ന പത്രാസുകാരിയുടെ ജീവിതവും കുളം തോണ്ടി മാഡത്തിന്റെ ആഗ്രഹം പോലെ വർമ്മൻ വില്ലയിലെ രാജ്ഞിയാക്കി തരാം ഈ ത്രിവിക്രമൻ. അല്ലെങ്കിലും ആ സാൻഡ്ര എന്ന് പറയുന്നവർക്ക് അഹങ്കാരം കുറച്ച് കൂടുതലാ. നിയന്ത്രിക്കാൻ പറ്റുന്ന കുതിരയുടെ പുറത്തെ ഏതൊരു യോദ്ധാവും കയറാവൂ, ഇല്ലെങ്കിൽ തെറിച്ച് താഴെ വീഴും. ഈ സാൻഡ്ര അങ്ങനെ വല്ലതുമാണോ? ഇപ്പൊ ലക്ഷ്യം വെച്ചിരിക്കുന്നത് രവിസാറിനെയാണെന്ന് ഞാനും അറിഞ്ഞു. ഈ സാൻഡ്രയെ അത്ര നിസ്സാരമായി കാണുന്നത് അപകടമാണ്. രവി സാറാണെങ്കിൽ ഒരിക്കലും മെരുങ്ങാത്ത കുതിരയും. ഈ സാൻഡ്ര വൈസ് പ്രസിഡന്റ് ഒക്കെ തന്നെയാ. പക്ഷെ ചില സമയം അവളുടെ സ്വഭാവം കണ്ട ചെകിട്ട് നോക്കി വരണം. അയ്യോ മാഡം എന്തിനാ എന്നെ അടിച്ചത്? എന്നെ കൊല്ലല്ലേ, ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. നീ മരിക്കണമെങ്കിലും ഈ ചുവരുകൾക്കുള്ളിൽ നിന്നും പുറത്തു പോകണമെങ്കിലും അതെന്നെ നിന്നെ ഇത്രയും നാൾ തീറ്റിപ്പോറ്റിയ നിന്റെ ഉടയോൻ വന്നതിന് ശേഷം. പക്ഷേ അതിനു മുമ്പ് എന്റെ കണക്കുകൾ ഞാനങ്ങ് തീർത്തേക്കാം. പറ, എന്റെ ജീവൻ എനിക്ക് തരുന്ന ഭിക്ഷ അല്ലടാ? ആശായ വേഷത്തിൽ നിന്ന് ഈ കാണുന്ന മോസ്റ്റ് മോഡേൺ ഗെറ്റപ്പ് അക്ഷരാർത്ഥത്തിൽ നീ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. പല തവണകളായി രാമായണവും ഭഗവത്ഗീതയും മാറി മാറി ഉപയോഗിച്ചിരുന്ന നിന്റെ കയ്യിൽ ആയുധങ്ങൾ, ഒരാളെ ഗൺ പോയിന്റിൽ നിർത്താനുള്ള ചങ്കുറപ്പ്, നല്ലത് മാത്രം സംസാരിച്ചിരുന്ന നിന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വന്നത് വികട സരസ്വതി ഭാഷ. അമ്പലവാസി എന്ന ലേബലിൽ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരുപറ്റം ആളുകളുടെ ഇടയിലേക്ക് കയറി ചെന്നിട്ട് അവരുടെ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് നീ പ്രാർത്ഥിച്ചതൊക്കെയും അവരുടെ തന്നെ നാശത്തിന് വേണ്ടിയിട്ട്. നേരിട്ടല്ലാതെ തന്നെ ആ വീട്ടിലുള്ള സകലരുടെ മനസമാധാനം കളഞ്ഞിട്ട് ഒന്നും അറിയാതെ മൗനമെന്ന മുഖഭാവം അണിഞ്ഞ് ഉള്ളിൽ താൻ സന്തോഷിച്ചു. വിഷമങ്ങളിൽ പങ്കുചേർന്നു എന്ന് വരുത്തി താൻ എല്ലാവരെയും കബളിപ്പിച്ചു. ഇതിനോടൊക്കെ തന്നോട് പൊറുക്കാൻ രാജാറാമിന്റെ ആത്മാവിന് പോലും സാധ്യമല്ല. എന്നെ മാത്രമേ നിനക്ക് പിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഞാൻ വെറും ഒരു ഇടനിലക്കാരൻ മാത്രമാണ് രാജാറാം. എന്റെ മുന്നിലും പിന്നിലും തക്കം നോക്കിയിരിക്കുന്നവർ വേറെയുണ്ട്. ഈ സെക്യൂരിറ്റിക്കാരുടെ ബലത്തിലല്ലാതെ നിനക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്കങ്ങനല്ല. രവിക്ക് നീയും നിനക്കിവരും. ഇവരുടെ കോട്ടകൾ തകർത്ത് നിന്റെ ഉരുക്കുകോട്ട തകർത്ത് രവിവർമ്മനെ എത്ര പൊതിഞ്ഞു പിടിച്ചാലും ഒരു നാൾ രവിവർമ്മന്റെ ജീവനെടുക്കാൻ പോന്ന ഒരാൾ വരും രാജാറാം. രവി, നീ നോക്കിക്കോ, ഇയാളെ കൊണ്ട് പറയിപ്പിക്കും ഞാനെല്ലാം. അഥവാ പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഒരു അനുവാദം മതി, ഇയാളെ കൊന്ന് തള്ളും ഞാൻ. അത്രയ്ക്ക് മാത്രം ഉപദ്രവിച്ചിട്ടുണ്ട് നിന്നെ, നിന്റെ കുടുംബത്തിനെ. എനിക്കറിയാം നിനക്ക് ഇയാളോട് എത്രമാത്രം ദേഷ്യമുണ്ടെന്ന്. നീ ബാക്കിയെല്ലാം മറന്ന് രണ്ട് പൊട്ടിക്ക് രവി. ഇങ്ങനെ പകുതി മരണമായ എന്റെ മുന്നിലുള്ള ഇയാളോട് എനിക്ക് എന്ത് ദേഷ്യം രാജാറാം.
കർമ്മഫലത്തിലുള്ളത് ഇയാൾ ഇപ്പോഴേ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് അത് വിടാതെ പിന്തുടരുകയും ചെയ്യും. കണ്ണടച്ച് വിശ്വസിച്ചതും സംശയത്തിന്റെ കണ്ണിൽ നോക്കാത്തതും എന്റെ തെറ്റ്. ഒരാളുടെ വേഷം കൊണ്ടും സംസാര രീതി കൊണ്ടും ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്നുള്ള പാഠം ഇയാൾ എന്നെ പഠിപ്പിച്ചു. എനിക്കാവശ്യം ഇയാളെ അല്ല, ഇയാളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ച രാഗസുതയ. ഉടനെ അവളെ എനിക്കിവിടെ കാണണം രാജാറാം. ഞാൻ ഇത്രയും പറഞ്ഞത് തന്നോട് ഞാൻ ക്ഷമിച്ചു എന്നൊരർത്ഥത്തിലല്ല. അതിന് ഈ ജന്മത്തിൽ എനിക്കാവുകയില്ല. കാരണം ബാലമ്മയ്ക്ക് എന്റെ മനസ്സിൽ ഞാൻ തന്നിരുന്ന സ്ഥാനം എത്ര വലുതാണെന്ന് ബാലമ്മയ്ക്ക് അറിയാതെ പോയി. എന്റെ അമ്മയുടെ മുന്നിൽ താണു വണങ്ങി നിന്നിരുന്ന ബാലമ്മ എന്റെ അമ്മയ്ക്ക് ആരൊക്കെയായിരുന്നു? ആ പൂജാമുറിയിൽ നിങ്ങൾ തെളിച്ച വിളക്കുകൾക്കൊന്നും ഒരർത്ഥവും ഇല്ലാതാക്കി കളഞ്ഞല്ലോ ബാലമ്മ. എന്റെ അമ്മയുടെ കൈകൊണ്ട് വിളമ്പിയ ഭക്ഷണം രുചിയോടെ നിങ്ങൾ കഴിച്ചപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനൊരു രൂപം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല ബാലമ്മ. ഇപ്പോ തന്നോട് സംസാരിക്കാൻ പോലും അറപ്പ് തോന്നുക. രാജാറാം, രാഗസുത എവിടെ ഉണ്ടെന്നറിയുന്നത് വരെ ഇയാളെ പുറം ലോകം കാണരുത്. ഇയാളുടെ നാവിൻ തുമ്പിൽ നിന്നും അപ്പോഴും സത്യം പുറത്തു വരുന്നില്ല എങ്കിൽ ബാക്കി അപ്പൊ തീരുമാനിക്കാം. അച്ഛാ, പോയിട്ട് എന്തായി? എവിടെ രാഗസുധ? എവിടെ? അവള് പോയേക്കാവുന്ന സ്ഥലങ്ങളിലൊക്കെ നോക്കി മോളെ, എങ്ങും കണ്ടില്ല. കണ്ടില്ലേ? പിന്നെ അവളിതെവിടെ പോയി? നമ്മൾ അന്വേഷിക്കുന്നു എന്നറിഞ്ഞിട്ട് നാട് വിട്ട് കാണുമെന്ന എന്റെ സംശയം. എന്തിന്? നമ്മൾ വേറൊന്നിനല്ലല്ലോ അന്വേഷിക്കുന്നത്. അത് നമുക്കല്ല മാഡം അറിയൂ. രാഗസുധ എന്നൊരു പേരല്ലാതെ നമുക്ക് വേറെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. എവിടുന്ന് വന്നു, എങ്ങോട്ടേക്കാണ് പോകാൻ സാധ്യതയുള്ളത്, ഇത്രയും കാലം എവിടെയായിരുന്നു? അതുകൊണ്ട് നമ്മുടെ കൈവിട്ടിനി പോയാലും കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും. അങ്ങനെ പോകില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. എന്റെ മുന്നിൽ അവള് വരും. അത് ഇന്നെങ്കിൽ ഇന്ന്. ഞാൻ പറഞ്ഞു വന്നത് അത് മാത്രമല്ല മാഡം. ഈ രാഗസുധ എന്ന പെൺകുട്ടി എന്തുദ്ദേശത്തോടെയാണ് ഈ നാട്ടിലേക്ക് വന്നത് എന്ന് നമുക്കാർക്കും അറിയില്ല. ഇനി വല്ല കുഴപ്പത്തിലും ചെന്ന് ചാടിയാൽ അത് നിങ്ങളെ കൂടി ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് സാറിന്റെ പോലീസ് ബുദ്ധി കൊണ്ട് തോന്നുന്നതാ. ഈ പറയുന്ന പോലെയും പേടിക്കുന്ന പോലെയും ഒന്നും ഉണ്ടാവില്ല. രാഗസുധ ഇങ്ങ് തിരികെ വരും, എനിക്ക് ഉറപ്പുണ്ട്. അല്ല മോളെ, സാറ് പറഞ്ഞതിലും കാര്യമില്ലേ? ഒരു കാര്യമില്ല അച്ഛാ. അല്ലെങ്കിൽ തന്നെ എനിക്ക് നിങ്ങളോട് രണ്ടാളോടുവാ ചിലത് ചോദിക്കാനുള്ളത്. രാഗസുധ വീട്ടിൽ വന്നിട്ട് ഇതുവരെ നിങ്ങൾ രണ്ടാളും എന്താ എന്നോട് പറയാതിരുന്നത്? എങ്കിലിപ്പോ ഈ കാത്തിരിപ്പിന്റെ ആവശ്യം വരില്ലായിരുന്നല്ലോ. സ്വന്തം വീട്ടിലുള്ള ആളെ തെരഞ്ഞ് ഞാൻ നാട് മുഴുവൻ അലഞ്ഞു. അതിപ്പോ മോൾക്ക് അവളെ പരിചയം ഉണ്ടായിരുന്നെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.